താലി രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ. ഹരി വെപ്രാളത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ ആരെയും കാണുന്നില്ല. വേഗം അകത്തേക്ക് കയറുമ്പോൾ കേട്ടു ഉറക്കെയുള്ള സംസാരവും ചിരിയും. ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന നിമ്മിയെ കണ്ടപ്പോൾ ആകെ പെട്ട അവസ്ഥയിലായി ഹരി. ഭവാനിയമ്മ ഹരിയെ ഒന്ന് നോക്കി. എത്ര നേരമായിടാ നിന്നെ വിളിക്കുന്നു? ഒരു അർജൻറ്റ് പരിപാടിയിലായിപ്പോയമ്മേ, അതാണ്. ഈ കൊച്ചു വന്നിട്ട് നേരം എത്രയെന്നറിയാമോ? ഹരി ആലോചിക്കുകയായിരുന്നു. പഴയ അമ്മയുടെ സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പോൾ നിമ്മി ഗേറ്റിന് പുറത്തു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട്. എടാ, നീ ഇതെന്താലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ആ കൊച്ചു ഇത്രയും ദൂരം നിന്നെ കാണാനായി വരുമ്പോൾ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നോ? ഹരി എന്നെ കണ്ട ഷോക്കിൽ നിൽക്കുകയാണമ്മേ. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ചായ എടുക്കാം. അമ്മ എഴുന്നേറ്റ് അടുക്കളയിൽ പോയതിൻ്റെ പിന്നാലെ തന്നെ അമ്മാവൻ എഴുന്നേറ്റ് മുറിയിലേക്കും പോയി. താൻ പറഞ്ഞ കള്ളമെല്ലാം അമ്മ പൊളിച്ചു കാണുമോ എന്നുള്ള വെപ്രാളമുണ്ടായിരുന്നു ഹരിയുടെ മുഖത്ത്. താനെന്താടോ ഒരു കോള് പോലും ചെയ്യാതെ പെട്ടെന്ന്? ഹരിയല്ലേ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞില്ല. എവിടെ തൻ്റെ ഭാര്യയും കുഞ്ഞും? ഞാൻ അവരെ കൂടി കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ മുതൽ ഇവിടെ കാണാനില്ല. അമ്മയോട് ചോദിക്കാനും പറ്റിയില്ല. ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിയും തിരികെ വരാൻ. അയ്യോ ഹരി, എനിക്ക് നാളെ തിരിച്ചു പോകണം. റിട്ടേൺ ടിക്കറ്റ് കൂടി എടുത്തിട്ടാണ് ഞാൻ വന്നത്. അത് കഷ്ടമായി പോയല്ലോടോ. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും കാണാം. ഞാനെന്തായാലും അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിമ്മി ബാഗ് തുറന്ന് 2 സാരിയും കുഞ്ഞിന് പാകമായ 2 ജോഡി ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് വെച്ചു. അമ്മാവന് കമ്പിളിയും അമ്മയ്ക്ക് മുണ്ടുന്നേറിയതും. അപ്പോഴേക്കും ഭവാനിയമ്മ ചായയുമായി പുറത്തേക്ക് വന്നു. ആഹാ, അപ്പോൾ കൊച്ചു വെറും കൈയും വീശി വന്നതല്ല. ഇതെല്ലാം ഒരുപാടുണ്ടല്ലോ. അത് പിന്നെ അമ്മേ, ഒരു വീട്ടിൽ കയറി വരുമ്പോൾ എങ്ങനെയാണ് വെറും കൈയോടെ വരുന്നത്? മാത്രമല്ല ഹരിയുടെ വൈഫ്, കുഞ്ഞ്, പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ എല്ലാവരെയും വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഹരിയുടെ ഭാര്യയോ? വായും തുറന്നുകൊണ്ടാണ് ഭവാനിയമ്മ ചോദിച്ചത്. വിവാഹം കഴിയാത്ത അവൻ എന്നു മുതലാണ് ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ടായത്? അവൻ്റെ അമ്മയായ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ ഈ കഥ. ഭവാനിയമ്മ താടിക്ക് കൈയും കൊടുത്തു പറയുന്നത് കേട്ട് ഇത്തവണ ഞെട്ടിയത് ഹരിയും നിമ്മിയുമായിരുന്നു. ഒരു വിധത്തിൽ കാര്യങ്ങൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ അപ്പോഴേക്കും അമ്മയെല്ലാം കളഞ്ഞു കുളിച്ചു. എപ്പോഴാടാ നീ വിവാഹം കഴിച്ചത്? അതോ ഞാൻ അറിയാതെ നീ വിവാഹം കഴിച്ചോ? അല്ലമ്മേ, അത് പിന്നെ ഞാൻ വെറുതെ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ നിമ്മിക്ക് ആശ്വാസമായി. എങ്കിലും വല്ലാത്തൊരു വേദന തോന്നി ഹരി തന്നോട് ഇത്തരത്തിലുള്ളൊരു കള്ളം പറഞ്ഞതിന്. അവളുടെ മുഖം മാറുന്നത് കണ്ടപ്പോൾ ഹരിക്കും അത് മനസ്സിലായി. എടോ, ഞാനന്ന് തന്നെ വെറുതെ ഡ്രസ്സ് സെലക്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ ഏട്ടത്തിക്കും അനിയത്തിക്കും വേണ്ടിയായിരുന്നു. താൻ പിന്നെ ഹരി വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ്. പക്ഷേ ഇത്ര സീരിയസ് ആയി താൻ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ നീ ചെയ്ത ശരിയാണോ ഹരി? ആദ്യമായി പരിചയപ്പെടുന്ന ഒരാളോട് ഇങ്ങനെ നുണ പറയാൻ മുന്നേ ഒന്നും നിനക്കില്ലാത്ത സ്വഭാവമാണല്ലോ ഇത്. എൻ്റെ അമ്മേ, ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വിചാരണ വേണ്ട. താൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നതാണോ? ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോകാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണാനൊക്കെയുണ്ട്. ഇല്ല ഹരി, എനിക്ക് നാളെ തന്നെ പോകണം. സരോജത്തെ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ മാധു സമ്മതിക്കില്ല. കയ്യും പിടിച്ചുകൊണ്ട് ഓരോരോ മുറികളിലായി കയറി ഇറങ്ങും. അവൾ പറയുന്നതിനൊപ്പം അമ്മയും നടക്കും. അത് കാണുമ്പോൾ ദേവിക്ക് കുറച്ച് ആശ്വാസമായി. അമ്മയെ ഓർത്ത് മോൾ ഇനി സങ്കടപ്പെടേണ്ട. മാധുമോൾ സരോജത്തിൻ്റെ എല്ലാ വയ്യായികയും മാറ്റിക്കോളും. ഇന്നലെ വന്നതിന് ശേഷം ഇന്ന് ആ മുഖത്തൽപ്പം തെളിച്ചമില്ലേ? അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോക്ക് സങ്കടമാകുമോ? നിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് സരോജത്തിന് ശരിക്കും ആഗ്രഹം കാണും. ഇന്നലെ ഇടയ്ക്ക് മോളോട് സംസാരിക്കുമ്പോൾ കേട്ടതാണ് അമ്പുമോനെന്ന്. അമ്പുമോൻ്റെ പേര് കേട്ടപ്പോൾ ദേവിയുടെ നെഞ്ച് പിടഞ്ഞു. എൻ്റെ പൊന്നുമോൻ. കണ്ണു നിറഞ്ഞു, നീർ കവിളിലൂടെ ഊർന്നിറങ്ങി. മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി അമ്മ പറഞ്ഞതല്ല, നിൻ്റെ സങ്കടം കുറയുന്നതിന് വേണ്ടി പറയുന്നതാണ്. മാധുമോൾക്ക് കൂട്ടായി അമ്പുമോൻ കൂടി വരണം മോളെ. എങ്കിലേ നിൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. നിൻ്റെ അമ്മയും അതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും. മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിലുമുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം. ദേവി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സരോജം അവളെ നോക്കിയിരിപ്പുണ്ട്. വേഗം ഓടിച്ചെന്ന് അമ്മയുടെ മാറിലേക്ക് അണഞ്ഞു ദേവി. അമ്മ അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ തലോടി. അവളെയും കൂട്ടി നിമ്മിയെയും കൂട്ടി അടുത്തുള്ള ബീച്ചിലേക്ക് പോയി ഹരി. കടൽക്കാറ്റേറ്റിരിക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് ശാന്തമായിരുന്നു. എന്താ, എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ഹരി ഇല്ലാത്ത ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ച് പറഞ്ഞത്? നിമ്മി ചോദിക്കുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിമ്മി? ഞാൻ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന്?
അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നുവെങ്കിൽ താൻ എന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വരില്ലായിരുന്നു. താനെന്താ എന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നത്? അതിൻ്റെ കാരണം പറയുമോ ആദ്യം? അത് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഹരി. എനിക്കിവിടെ വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുമാത്രമാണോ നിമ്മി താൻ ഇവിടെ വന്നത്? എന്നെ കാണുന്നതിന് വേണ്ടിയല്ലേ വന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി ഹരി ചോദിക്കുമ്പോൾ നിമ്മി അവൻ്റെ മുഖത്തു നിന്നും വെട്ടിച്ചു. അത് സത്യമല്ലെന്ന് തനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് താൻ അമ്മ അത് പറഞ്ഞപ്പോൾ ഇത്രയും കൂളായിരുന്നത്. ഞാൻ ഇതേ ചോദ്യം തിരികെ തന്നോട് ചോദിക്കട്ടെ ഹരി? എനിക്കിപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാൻ അറിയില്ല നിമ്മി. തന്നോട് എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. എനിക്ക് തന്നെ ഇഷ്ടവുമാണ്. തനിക്കിഷ്ടമാണെങ്കിൽ ഞാനിക്കാര്യം വീട്ടിൽ അമ്മയോട് സംസാരിക്കാം. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹരി ഇപ്പോൾ എന്നോട് പറഞ്ഞത്. പക്ഷേ എന്നെപ്പോലെ അനാഥയായ ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഹരിയുടെ വീട്ടുകാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഹരി സ്വപ്നം കാണാൻ. പറയുമ്പോൾ നിമ്മിയുടെ വാക്കുകൾ പലപ്പോഴും ഇടറിപ്പോയി. ഹരി അവളുടെ കൈ തൻ്റെ കൈയുമായി കൊരുത്തു പിടിച്ചു. തൻ്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ അമ്മയോട് സംസാരിക്കാൻ. എനിക്കിഷ്ടമായത് കൊണ്ടല്ലേ ഹരി ഞാൻ അവിടെ നിന്ന് ഇത്രയും ദൂരം തന്നെ കാണാൻ വന്നത്. അപ്പോൾ പിന്നെ നാളത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയല്ലേ? ഹരി ചോദിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യണമോ വേണ്ടയോ എന്ന് അമ്മയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കുന്നതല്ലേ നല്ലത്? നിമ്മിയും ഒരു ഒഴുക്കമട്ടിൽ മറുപടി പറഞ്ഞു. വൈകുന്നേരം ജയൻ വരുമ്പോൾ മാതുമോള് സരോജാമ്മയുടെയും അമ്മയുടെയും കൈയും പിടിച്ച് നാമം ജപിക്കുന്ന തിരക്കിലാണ്. അത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അമ്മയെ കുറച്ചു മുന്നേ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പോലും അവൻ ചിന്തിച്ചു. ഷൂ പുറത്തഴിച്ചു വെച്ച് അകത്തേക്ക് കയറി. അടുക്കളയിൽ നിന്ന് കാര്യമായി എന്തോ പണിയിലായിരുന്നു ദേവി. അവിടേക്ക് ചെന്നെത്തി നോക്കുമ്പോൾ കണ്ടു ഇലയുടെ ചുട്ടെടുക്കുന്നത്. പിന്നിലൂടെ ചെന്നവളെ ആഞ്ഞു പുണർന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കാമെന്ന് കരുതി മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ കപട ദേഷ്യത്തിൽ മാറി നിന്നു. കയ്യും കെട്ടി ജയൻ്റെ നേർക്ക് തിരിഞ്ഞു. പുരുകൻ രണ്ടും ഉയർത്തിയും താഴ്ത്തിയും കാട്ടുന്നവളെ കുറുമ്പ് നോക്കി അങ്ങനെ നിന്നു ജയൻ. അതെന്താ പെണ്ണേ, ഞാൻ പിന്നിൽ നിന്ന് വന്ന് ചേർത്ത് പിടിച്ചിട്ട് നീ ഞെട്ടാത്തത്? എപ്പോഴും ഞെട്ടാൻ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുട്ടേട്ടനല്ലാതെ വേറെ ആരും വന്ന് പിടിക്കാനുമില്ല. അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ അമ്മയെ നേരത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു അല്ലേ ദേവി? എനിക്കത് തോന്നി കുട്ടേട്ടാ. രാവിലെ മുതൽ മാതുമോൾ ഓരോരോ കാര്യങ്ങൾക്കായി അമ്മയെ കൂട്ടുപിടിച്ച് നടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 3 പേരും കൂടി ഒരുമിച്ചാണ് ഉറക്കം. കഴിക്കുന്നതും കുളിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ മുത്തശ്ശിമാരോടൊപ്പമാണ്. എന്നെ ഇപ്പോൾ വേണ്ട പെണ്ണിന്. അത് പറയുമ്പോൾ കുശുമ്പ് കുത്തുന്നുണ്ടായിരുന്നു ദേവിക്ക്. അച്ചോടാ, കുഞ്ഞിന് കുശുമ്പ് ഒട്ടുമില്ല. ജയൻ അവളെ കൊഞ്ചിച്ചു. ഇല്ല, കഴിക്കാനും കുളിക്കാനും ഞാൻ പോരെ. അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തി. വേഗം പോയി കുളിച്ചു വാ, ഞാൻ ഇലയുടെ അടുത്ത് വയ്ക്കാം. അവൾ പിന്തിരിഞ്ഞു നിന്ന് അട മുഴുവനും എടുത്ത് തണുക്കാൻ വെച്ചു. എന്തായാലും നാമജപമൊക്കെ കഴിയുമ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിയും. അപ്പോൾ അതുവരെ സമയമുണ്ട്. അവളെയും എടുത്തുകൊണ്ട് ജയൻ റൂമിലേക്ക് പോയി. അമ്മയോടും അമ്മാവനോടും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മുഖവരോട് കൂടിയുള്ള ഹരിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മയും അമ്മാവനും മുഖത്തോട് നോക്കി. അമ്മ, ഇത് നിമ്മി ചാക്കോ. കോൺഫറൻസിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടതാണ് നിമ്മിയെ. ഞങ്ങളുടെ അതേ കമ്പനിയിലാണ് നിമ്മി വർക്ക് ചെയ്യുന്നത്. നിമ്മിയുടെ അച്ഛനും അമ്മയും നിമ്മിയുടെ ചെറുപ്പത്തിലേ നഷ്ടമായതാണ്. എനിക്ക് നിമ്മിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അമ്മയ്ക്കും അമ്മാവനും സമ്മതമാണെങ്കിൽ, കുറച്ചു മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്മ നിന്നെ ഇതിന് സമ്മതിച്ചെന്ന് വരില്ല ഹരി. പക്ഷേ ഇപ്പോൾ പഴയതിൽ നിന്നൊക്കെ എൻ്റെ തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരമ്മയാണ് ഞാൻ. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇവിടെ ആരുടെ സമ്മതമാണ് വേണ്ടത്? എനിക്കും ഏട്ടനും ആദ്യം കണ്ടപ്പോൾ തന്നെ മോളെ ഇഷ്ടമായി. പോകുന്നതിനു മുമ്പ് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളെ 1-2 പേരെ വിവരമറിയിക്കണം. പിന്നെ ഹരിയുടെ ഏട്ടത്തിയെയും അനിയത്തി അമ്മുവിനെയും വിളിച്ചറിയിക്കണം. അപ്പോൾ പിന്നെ ആ ചടങ്ങ് കൂടി കഴിഞ്ഞാവാം മടക്കം. ഇപ്പോൾ എന്തായാലും മോള് വിശ്രമിക്കും. അനിയത്തിയുടെ മാറ്റം മനസ്സുകൊണ്ടറിഞ്ഞ് ദിവാകരൻ നോക്കിയിരുന്നു. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം ദേവനുണ്ടായില്ലല്ലോ എന്ന് വേദനയോടെ ഓർത്തു. രാത്രിയിൽ ജയൻ്റെ മാറിൽ പറ്റിച്ചേർന്ന ആലസ്യത്തോടെ കിടക്കുമ്പോൾ ദേവിയുടെ മനസ്സ് നിറയെ അമ്പുമോനും മാതുമോളുമായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് അമ്പുമോൻ മൂടി കടന്നു വരണമേ എന്ന് അവൾ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു.